യാദൃച്ഛികമായ രാഷ്ട്രീയത്തിലേക്ക് വന്നതല്ലേ? രാഷ്ട്രീയത്തിൽ വരണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. വളരെ യാദൃശ്യമായിട്ട് ഞാൻ 97 എൻ്റെ പിതാവ് ആശുപത്രിയിൽ പെട്ടെന്ന് രോഗബാധിതനാകുന്നു. അതിന് മുമ്പ് 96 ആയിക്കഴിഞ്ഞപ്പം അദ്ദേഹത്തോട് ചുറ്റിപ്പറ്റി നിന്നവർ, പ്രത്യേകിച്ച് ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായി വന്ന മരണപ്പെട്ട ശ്രീ വിജയൻപിള്ളയൊക്കെ ആയിരുന്നു വളരെ ശക്തമായിട്ട്, പാർട്ടിക്കാരെന്നുള്ള നിലയിൽ മാത്രമല്ല, ഞങ്ങൾ കുടുംബവും വലിയ അടുപ്പമായിരുന്നു. അന്നേരം ശക്തമായിട്ട് നിങ്ങളാരേലും രാഷ്ട്രീയത്തിൽ വേണം, മക്കളാരേലും രാഷ്ട്രീയത്തിൽ വേണം, അല്ലെങ്കിൽ ഞങ്ങളൊന്നും കാണത്തില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അന്നേരമൊക്കെ ഞാൻ ഒരിക്കൽ മാത്രം ഇങ്ങനെ വിജയൻപിള്ള ചേട്ടൻ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പിതാവ് പറഞ്ഞിട്ട് അത് നിനക്കൊന്നും പറ്റിയ പണിയില്ല. പറഞ്ഞ വാചകം എനിക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഞാനൊക്കെ ഇറങ്ങിയപ്പം പൊതുപ്രവർത്തനത്തിനൊരു മാന്യത ഉണ്ടായിരുന്നു, ഒരു അജണ്ട ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതൊന്നുമില്ല, നിനക്കൊന്നും പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് അദ്ദേഹം പറഞ്ഞ കാര്യം അവതരിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞു, അതവിടെ ക്ലോസ് ചെയ്തതാണ്. പക്ഷേ ആശുപത്രിയിൽ അദ്ദേഹം കിടന്ന സമയത്ത് എല്ലാ ദിവസവും ഒട്ടനവധി ആൾക്കാർ ചവറയിൽ നിന്ന് വരുന്നവർ കാണുന്നു, അവർ നൽകുന്ന ഒരു സ്നേഹവും, അവർ എൻ്റെ പിതാവിനെ കാണുന്ന അത് നൽകുന്ന ഒരു കരുതലും ഒക്കെ എന്നെ ആകർഷിച്ചു തുടങ്ങി. അന്നാണ് പാർട്ടി അങ്ങ് സ്തംഭനാവസ്ഥയിലേക്ക് പോയെന്ന് പറഞ്ഞുകൊണ്ട് ആശുപത്രി കിടക്കുമ്പം തന്നെയാണ് സഖാവ് പ്രേമേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഒരു ജാഥ കാസർഗോഡും തിരുവനന്തപുരത്ത്. പിന്നെ അത് വന്ന് തെക്കൻ ജില്ലയിലൊക്കെ വന്നപ്പോൾ പത്തനംതിട്ട എത്തിയപ്പോഴാണെന്ന് തോന്നുന്നു, ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഷിബു ഒന്ന് ചവറ വരെ വരണം, നാളെ ജാഥ ചവറയിലേക്ക് എത്തും, നാളെ മറ്റന്നാളും എത്തും ജാഥ ചവറ. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് വന്ന് പൊതുപ്രവർത്തകൻ ആവശ്യമുള്ള പരിശുദ്ധിയൊന്നും എൻ്റെ സ്വഭാവത്തിലോ ജീവിതത്തിലോ ഉണ്ടായിരുന്നില്ല. മനസ്സിലായി. ഞാൻ കുറച്ച് കൂട്ടുകാരുമായിട്ട് അവിടെ പോയി നിന്നപ്പം ജാഥ വരികയും ജാഥയുടെ മുന്നിൽ നിന്നവർ ചാടി എന്നെ ഞാൻ നിൽക്കുന്ന കണ്ടുകൊണ്ട് കൊടിയെടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ആ ജാഥയുടെ ഇതുമായിട്ട് കുറച്ച് ദൂരം നടന്നു അവസാനിച്ച്. എനിക്ക് കൊടി പിടിക്കാൻ പോലും അറിയാൻ വയ്യാന്ന്, കൊടി പിടിക്കേണ്ട രീതി പോലും അറിയില്ല. പക്ഷേ ആ ഒരു വൈകാരിക അന്തരീക്ഷത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അന്ന് അവിടെ ചെന്നവിടെ വലിയൊരു ആൾക്കൂട്ടം, എനിക്കറിയാൻ വയ്യാത്ത പരിചയമില്ലാത്ത മുഖങ്ങളാണ്. ഞാൻ അവരുമായിട്ടൊന്നും അങ്ങനെ ഇടപഴകിയിട്ടില്ലല്ലോ പാർട്ടിക്കാരുമായിട്ട്. അതാണ് ഫസ്റ്റ് ഇത്. അതിനുശേഷം പ്രേമേന്ദ്രൻ്റെ അന്ന് 98 ആദ്യം പ്രേമേന്ദ്രൻ്റെ ഇലക്ഷൻ വന്നു, രണ്ടാമത്തെ ഇലക്ഷൻ. വാജ്പേയിയുടെ ആദ്യത്തെ ഗവൺമെൻറ് പോയിട്ട് 16 മാസമോ 18 മാസത്തെ ഗവൺമെൻറ് പോയിട്ട് രണ്ടാമത്തെ ഇലക്ഷൻ 98 വന്നു. അന്നേരം സ്വതന്ത്ര കേരളത്തിൽ ആദ്യമായിട്ട് ബേബി ജോൺ ഇല്ലാത്തൊരു തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും അല്ല വോട്ട് അഭ്യർത്ഥിച്ച് വരണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രേമൻ തന്നെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ട് പ്രേമൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നു. പ്രേമൻ്റെ പ്രചരണത്തിന് വേണ്ടി ഞാൻ ചെന്നു. പല ഭാഗങ്ങളിൽ ചെന്നപ്പോഴത്തേക്കിനാണ് അവിടുന്ന് ഈ നിലയിലേക്ക് അതിൻ്റെ ഭാഗമായി പിന്നെ അതങ്ങ് തുടർന്നു. പക്ഷേ തുടർന്നപ്പോഴത്തേക്കിന് അത് ആദ്യം പുള്ളി ആരോഗ്യമായിട്ട് ഇരുന്നപ്പം ഇത് രാഷ്ട്രീയത്തിൽ വരണമെന്ന് പറഞ്ഞവരും അതിനുശേഷം ഇതിന് വന്നിട്ടങ്ങ് തിരിച്ചു പോകുന്ന പ്രതീക്ഷിച്ചവരും എല്ലാവരും എനിക്കെതിരുമായി.